നേരിട്ട് ജീവനുള്ള ഇതാണ് സാധനം. 12 ഇതാണ് ആള് ആളാണ്. വിട്ടുകൊടുത്ത അറിയാം. പതിയെ മതി. പോയാ ചെറുതാണോ? ചെറുതാണ്. ഇഞ്ഞടാ പ്ലെയർ ഒന്ന് എടുത്താ ചേട്ടാ. ചൂണ്ടെടുക്കാൻ ഇല്ല. പാലൊടിച്ചോട്ടെ. മണം പിടിച്ചാ തോന്നല്ലേ വരുന്നത്. പട്ടിയാണോടാ? അല്ല, തരണ്ടി. മണ്ണിലോട്ട് വെക്കണ്ട, എടുത്ത് കളയുടെ ഇറക്കാം. വെള്ളത്തിൽ ഇട്ടാ മതി. മണ്ണി പൂഴ്ത്തി വെച്ചിട്ട് ആരെങ്കിലും കാലേ കയറൂടാ. മണ്ണിൽ തന്നെയാണ്. അപ്പം ബക്കറ്റ് വന്നടാ. ഇവിടെ ഉണ്ട്. ഇനി ആ ചുമത്താണ്ട് ചെരുപ്പില്ലാതെ നിൽക്കും. അതെടുത്തേ. എടാ അത് നിറ. എടാ നീയൊക്കെ തന്നെ ചെരുപ്പില്ല. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മറ്റേ ചൂണ്ടെന്ത് നമുക്ക് കയറിയിരിക്കാണ് മക്കളെ. നമ്മുടെ ചേട്ടൻ നോക്കിയാ കൈകൊണ്ട് മുകളിൽ മീനെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ചന്തി അടിച്ചിരിക്കുകയാണ്. അത് മോയിത് കട്ട് ചെയ്താൽ മതി. ഇവിടെ അടിക്കുന്നുണ്ട്. നേരെ അത്രയുള്ള തന്നെയാണ്. കൈയെടുത്ത് നിന്റെ കൈയെടുത്ത് ഓ വാലടിക്കുന്നുണ്ട്. അതില്ലേ കുത്തിയോണ്ടോ? അങ്ങനെ കുത്തിയോണ്ടേ വേഷം ചിരിച്ചതാ. പറ്റി പിടിക്കുന്നു വേസ്റ്റ്. കൊമ്പ്. ഇതാണ് സാധനം. ഒത്തിരി കുഴപ്പമില്ല. നിന്നെ വിളിച്ചായിരുന്നു അവന്. കണ്ണത്തിന് മങ്ങൂന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ. അതിന്റെ കൊമ്പ് കാണിച്ചടാ. വേറെ കുഴപ്പമില്ല പറഞ്ഞു. അങ്ങോട്ടോ നേരിട്ട് ജീവനുള്ള ആരാടാ പിടിച്ചേരടാ? വാലയെ വിളിച്ചോ. പിന്നെ നോക്കണ്ട. അതിനെ ഇക്കിളിടാനായിരിക്കും.
കടലിറങ്ങി നീന്തണം അത് ഇടുവാണെങ്കിൽ. അതിന്റെ വാലേന്ന് 2 അടിയും കിട്ടി. വലുതടിച്ചാ വലുതടിച്ചാ അത് മറ്റേ ചൂണ്ട ഇത്തിരി ഇതായതുകൊണ്ട് ജീവനുള്ള ഇതുവഴി കയറേറ്റ് ഇതുവഴി ഇറങ്ങിയത്. നിനക്ക് വല്ല അസുഖമാണോ? ചത്തോടെ ഇതുകൊണ്ട് നീ പിന്നെ പുറക്കത്തിലുള്ള കണ്ണൂത്തി എടുത്ത എന്ത് സൈക്കോയാണ് ഇത്. കടൽക്കൂരി അത് കുത്തും. എനിക്ക് കൊമ്പടിച്ചിട്ടില്ല. നല്ല സോഫ്റ്റ് പിടിച്ച് അതിന്റെ കുത്തും കിട്ടുമ്പോ നല്ല സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് ആയിട്ട് ഇല്ലില്ല. നല്ല അടി അടിക്കുന്നു. ഒരു ചൂണ്ടോ മറ്റേത് കായലിറങ്ങിയ. ഹലോ യൂട്യൂബിനേക്ക് വേണ്ടിട്ട് വീഡിയോ അടിക്കാനാ ഇതൊക്കെ യൂട്യൂബിൽ വീഡിയോ എടുത്തിടാമല്ലേ. ഞാൻ അറിഞ്ഞോട്ടെ ചേട്ടാ നീ ഉണ്ടോ? ഞാൻ എന്താ അറിയാം കിട്ടിയെന്ന് പറയണ കിട്ടിയെന്ന് പറയണ റോഷനിലായി അടി കൊറേ കുഞ്ഞാണ് നീ 12 ചത്ത എന്നെ മുള്ളുണ്ടെന്നേ പറ്റുമോ?